156 ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമെന്നറിയപ്പെടുന്ന ശ്രീരംഗ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജിത്താണ്. അപ്പോൾ ഇന്ന് നവംബർ 8 ശനിയാഴ്ച നമ്മൾ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഉള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. 16:160 നമുക്കുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഷാജേട്ടനാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ ട്രെയിനും സംഭവങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പട്ടാമ്പി കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ വണ്ടിയിൽ തന്നെ 3 ടയർ AC നമുക്ക് ടിക്കറ്റ് ഉള്ളത്. അത് പാലക്കാട് നിന്നാണ്. പാലക്കാട് എത്തുമ്പോൾ നമ്മൾ അതിലേക്ക് മാറിക്കയറണം. ഈ ട്രെയിൻ യാത്ര ഭയങ്കര രസകരമായ ഒരു കാഴ്ചയാണ്. ഇതുപോലെ ഈ ട്രെയിൻ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് മറ്റൊരു ട്രാക്കിലേക്ക് കയറുന്നതും ഒക്കെ ഭയങ്കര രസകരമായ കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് B1 3 ടയർ AC നമ്മൾ പോകണം. അപ്പോൾ ഇതാണ് നമുക്ക് യാത്ര ചെയ്യേണ്ട ബോഗി. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയിൽ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു മുത്തശ്ശനെയും മുത്തശ്ശിയെയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യാത്രകളിൽ ഒത്തിരി കൂട്ടുകൾ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുണ്ടെങ്കിലും നമ്മളോട് ഇണങ്ങുന്ന കുറച്ച് പേരെ ഈ യാത്രയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളോട് സംസാരിച്ച് തുടങ്ങിയത് ഈ മുത്തശ്ശനും മുത്തശ്ശിയാണ്. മലയാളികൾ ഒത്തിരി ഉണ്ട് അപ്പുറത്തൊക്കെ ആയിട്ടിരിക്കുന്നത്. എങ്കിലും ഇവരാണ് ഞങ്ങളോട് സംസാരിച്ച് ആദ്യം തുടങ്ങിയത്. ഗുരുവായൂരപ്പനെ തൊഴാനുള്ള കഴിഞ്ഞ 70 വർഷത്തെ ആഗ്രഹം സാധിച്ച് തിരിച്ചു പോകുന്ന ദമ്പതിമാരായിരുന്നു ഇവർ. യാത്രയിലുടനീളം ഇവരെന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വായിക്കാൻ ശ്രമിച്ചു. என்னது ராம் ராம் ஏது அப்படியா? വേറെ വേഷം ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. അപ്പോൾ സംഭവം അന്വേഷിച്ചപ്പോൾ ഇത് ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നൊരു ബുക്കാണ്. ഇതിലിങ്ങനെ കള്ളി വരച്ചിട്ടുണ്ട്. ആ കള്ളിയിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന അത്ര രാമനാമം എഴുതി ബുക്ക് പൂർണ്ണമാകുമ്പോൾ തിരിച്ച് അമ്പലത്തിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ രാമനാമം എഴുതിയവർക്ക് സമ്മാനമുണ്ട്. അപ്പോൾ ഈ മുത്തശ്ശി 5 വെള്ളിക്കോയിന് സമ്മാനമായിട്ട് ലഭിച്ച ആളാണ്. தமிழ் படிக்கிறதுக்கு தெரியலையா? மாம்பழத்துல இது ராமம் கொடுப்பாங்க. ഹരേ രാമ ഹരേ രാമ கையில எழுதி கொடுக்க. കൃഷ്ണ എന്നത് നമ്മള് தெரியாது. படிக்க சொல்லுங்க. നമ്മള് கொஞ்சம் தெரியும். அது என்ன பண்ணுவாங்க, ஒரு இடத்துல கொண்டு போய் கொடுப்பாங்க. എത്ര നാൾ വെച്ച് എഴുതണം? ஒரு நாளைக்கு 108 தடவை. 108? ஆமா. 108 நாம எழுதணும். அதுக்கு மேலயும் எழுதலாம். புக் எல்லாம் கரெக்ட் பண்ணிட்டு அதான் கோவில் கட்டுறாங்கல்ல, அடியில அடியில இது பண்ணுவாங்க. அப்புறம் புக்கு இதா இருக்கு, அதுல அடுக்கி வச்சிருக்காங்க. கோயம்புத்தூர்லயும் இருக்கு. கோயம்புத்தூர் மாம்பழம், மட்ராஸ் மாம்பழம் அங்கங்க வச்சிருக்காங்க. வச்சு நல்லா மெரு வச்சு பூஜை பண்ணுவாங்க. തവണ എത്ര വാട്ടി എഴുതണം? ஒரு நாளைக்கு எத்தனை முடியுதோ அத்தனை எழுதலாம். எழுதலாம். അല്ല இந்த புக்கிலே டோட்டலி எவ்வளவு இருக்கும்? இதுலயே இருக்கு 25 இது 40 அது மாதிரிலாம் இருக்கு. உங்களுக்கு முடிஞ்ச அளவு எழுதலாம். பெரிய நோட்டு இருக்கு. இது அவங்க குடிக்கிறது. இந்த பக்கம் இருக்கு. இந்த பக்கம் முன்னாடி ஓகே ஓகே ஓகே. இங்கதான் இத வந்து 1000 2500 இருக்கும். 100 இது 2000 இருக்கும். அப்புறம் 16 பேஜ் 150 இருக்கும். அந்த மாதிரி இதுலயே பெரிய நோட்டம் இருக்கு. ஆமா, 1 லட்சம் இதுல நோட்டம் இருக்கு. ஆமா. எல்லாம் கான்சென்ட்ரேட் அவ்வளவுதான், வேற ஒண்ணும் கிடையாது. இதுதான் கோவில ராமபஜனை நடக்கும். அப்ப கொடுப்பாங்க அந்த நோட்டு. எழுத சொன்ன
ராதா கல்யாணம் சீதா கல்யாணம் நடக்கும். ம். அப்ப நம்ம நோட்டு கொடுப்போம். കൊടുക്കും. இது மெயினா மாம்பழத்துல இருக்கு, கோயம்புத்தூர்ல இருக்கு. நாம வங்கி ആ அதை கொண்டாங்க. ആ ഊണൂർ എടുക്കാ അതെ. ആ അപ്പൊ കോവിലില് അല്ല அது தனி குரூப். ആ ശരിയാ. 76 വയസ്സ് எனக்கு 70 വയസ്സ്. அதான் குருவாயூர் யாரு கல்யாணம் சொல்லிருக்க? பெரிய பையன் கன்னடாவில் இருக்கான். ஆ அவங்க இந்த மருமக பேரன் பேச்செல்லாம் மദ്രാസിல மணப்பாக்கத்துல இருக்காங்க. ஆ. பேரன் 10th, ஆ. பேச்சு 6th ஸ்டாண்டர்ட். எங்களுக்கு இன்னும் குழந்தை இல்லை. கண்ணாடி விளையாடுப்பா, எல்லாம் கண்ணாடி விளையாடு. இவங்களெல்லாம் கண்ணாடி விளையாடு போட்டுக்கணும். ம். நீங்க பேரு? நாகராஜன். நாகராஜன். ஆமா. பாமா சத்யபாமா இருக்கா? சத்யபாமா பாமா மட்டும்தான். ஆமா. பாமா மட்டும்தான். Okay. പോയില്ല കടാമ്പുഴ ഭഗവതി, തിരുനാവായ അവാമു നക്ഷത്രം, ഉത്രങ്കോട് ക്ഷേത്രം, ഹനുമാൻ കോയിൽ. നമ്മുടെ ജലലിത വന്ന് എന്റെ കൂടെ കൊടുത്തത്. യാത്രയിൽ ഉടനീളം ഒത്തിരി സംസാരിച്ച് ചിദംബരം എത്തിയപ്പോൾ യാത്ര പറഞ്ഞ് അവരിറങ്ങി. അടുത്തത് നമുക്ക് ഇറങ്ങാനുള്ള ശ്രീരംഗം റെയിൽവേ സ്റ്റേഷനാണ്. ഇതുവഴി താഴേക്ക് ഇറങ്ങി വേണം നമുക്ക് സ്റ്റേഷന് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് ശ്രീരംഗം റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് വേണം പോകാനായിട്ട്. ഇങ്ങനൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. 100 രൂപയാണ് അവർ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് ചാർജ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ശ്രീരംഗം ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. മെയിൻ ഗോപുരം രാജഗോപുരം. ഇതാണ് ശ്രീരംഗം ക്ഷേത്രത്തിന്റെ ആദ്യ ഗോപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരം എന്നറിയപ്പെടുന്നത് ഈ ശ്രീരംഗം ക്ഷേത്രത്തിന്റെ രാജഗോപുരമാണ്. നിങ്ങ പേരെന്നാ? ആനന്ദ്. അപ്പം ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം, പിന്നെ നമുക്ക് റൂം കണ്ടുപിടിക്കണം. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ വന്ന വഴിയിലെ തന്നെ യാത്ര ചെയ്യാണ്. കാരണം ഓട്ടോയിൽ പോരുന്ന വഴിയിൽ അവിടെ നല്ലൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഹോട്ടൽ. തമിഴ്നാട്ടിലെ വൃത്തിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ യാത്രയിൽ ശ്രദ്ധയിൽപ്പെട്ട ഹോട്ടലാണിത്. അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ അതാണ് തിരിച്ചിങ്ങോട്ട് തന്നെ കുറച്ച് ദൂരം നടക്കാൻ കാരണം. ഞങ്ങൾ ആ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള ഹോട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഫ്രണ്ടിൽ ലൈവായിട്ട് ഇങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ദോശയുടെ വ്യത്യസ്തങ്ങളായ ഒത്തിരി വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നെയ്പ്പൊടി ദോശയാണ്. അപ്പോൾ നമ്മുടെ നെയ്പ്പൊടി ദോശ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാറും ചട്നിയാണ്. നമ്മുടെ ചേച്ചി ഷാജിയേട്ടനുള്ള കാപ്പിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കട്ട ചട്നിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ നെയ് റോസ്റ്റ് തന്നെയാണ്. അതിൽ കടലയും ഒരു മസാലയും ചേർത്തൊരു പൊടി കൂടെ ഇടും. അതാണ് നെയ് പൊടി ദോശ എന്ന് പറയാൻ കാരണം. സംഭവം സൂപ്പറായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങി. ഇനി നമുക്കൊരു റൂം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ശ്രീരംഗ ഹോട്ടല്. പ്യൂർ വെജാണ്. നമ്മുടെ രാജഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അതായത് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്താണ് ഈ ഹോട്ടൽ നിൽക്കുന്നത്. ഈ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒരുമിച്ച് വന്നുകൊണ്ട് ശ്രീരംഗം നല്ല തിരക്കാണ്. റൂമുകളൊന്നും ഒഴിവില്ല. അങ്ങനെ ഒത്തിരി ചുറ്റി നടന്നു. നമ്മൾ ഈ വലിയ രാജഗോപുരം കടന്ന് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഒത്തിരി നടന്നപ്പോൾ ഏകദേശം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. 11 മണിക്ക് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 12:30 മണിയായി. അങ്ങനെ നമുക്ക് ഒരു അണ്ണൻ്റെ കാരുണ്യം കൊണ്ട് ഒരു റൂം കിട്ടി. അദ്ദേഹത്തിന് എന്തോ ദയവ് തോന്നിയിട്ട് അയാൾ ഒരുപാട് സ്ഥലത്തേക്ക് വിളിച്ചിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ റൂം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കായിട്ട് കരുതി വെച്ച ഈ ശ്രീരംഗത്തെ അവസാന റൂം എന്ന് പറയട്ടോ. അങ്ങനെ പറയാൻ കാരണം ശ്രീരംഗത്തെ എല്ലാ ഹോട്ടലുകളിലും ഇന്നലെ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 6 മണിയായിട്ടുണ്ട്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് മെയിൻ ഗോപുരം, രാജഗോപുരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതുപോലെ 21 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. അതായത് തെക്ക് 7 എണ്ണം, വടക്ക് 7 എണ്ണം, കിഴക്ക് 4 എണ്ണം, പടിഞ്ഞാറ് 3 എണ്ണം. രാജഗോപുരത്തിലൂടെ ഉള്ള കാഴ്ചകൾ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തുന്നത്. കാരണം ഒരു മാസം എടുത്താലും ശരിക്കും നമുക്ക് ഇതിൻ്റെ മൊത്തം വീഡിയോ പകർത്താൻ കഴിയില്ല. പിന്നെ കുറേ പരിമിതികളുണ്ട്, ചില സ്ഥലങ്ങളിലൊന്നും വീഡിയോ അലോഡല്ല. അതുപോലെ ഇതിന് 7 മതിൽക്കെട്ടുകളുണ്ട്. 7 പ്രകാരങ്ങളിൽ നിർമ്മിച്ച ക്ഷേത്ര സമുച്ചയം എന്നാണ് ഇതിന് പറയാം. അതായത് കോട്ടിയാട് നടുമുറ്റം എന്നൊക്കെ പറയുന്ന പോലെ. അതിൽ വരുന്നത് അകത്ത് 1 മുതൽ 3 വരെയുള്ള ഭാഗം ഗർഭഗൃഹവും അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4 പ്രകാരം പ്രധാന കവാടാണ്. 5, 6 ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. 7 വ്യാപാരികൾക്കായിട്ടുള്ളതാണ്. ഈ ക്ഷേത്രത്തിനുള്ളിൽ 81ഓളം ആരാധനാലയങ്ങൾ, അതുപോലെ നിരവധി ജലസംഭരണികൾ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ 50ഓളം ഉപദേവതാ ക്ഷേത്രങ്ങൾ. എവിടെ തിരിഞ്ഞു നോക്കിയാലും അനേകം തൂണുകളാൽ നിർമ്മിക്കപ്പെട്ട ഇടനാഴികൾ നമുക്ക് കാണാൻ കഴിയും. 14-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റ് ഈ ക്ഷേത്രം ആക്രമിച്ച് കൊള്ളയടിക്കേണ്ടായി. ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ അത്രയും ഇതുപോലെ കൊള്ളയടിക്കപ്പെട്ടവയാണ്. അങ്ങനെ നടന്ന് നമ്മൾ വീണ്ടും ഒരു നടുമുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 7 പ്രകാരങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗതിയെന്ന്. ഓരോ നടുമുറ്റം കടന്ന് വേണം ഉള്ളിലെത്താനായിട്ട്. ക്ഷേത്രത്തിൻ്റെ ഈ വശത്തായിട്ട് ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ബഗ്ഗി കാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഉപദേവത ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ക്യൂ ആണ്. ഭഗവാനെ തൊഴാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ നിൽക്കേണ്ടത്. രാവിലെ നമ്മൾ കുളി കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നഗരപ്രദക്ഷിണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനുപയോഗിച്ച ആനയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ വീഡിയോ അലോഡല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് നേരം കട്ട് ചെയ്യുകയാണ്. അത്യാധുനിക മെഷീനറീസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇതുപോലെ ഈ വലിയ പില്ലറിന് മുകളിൽ ഇതുപോലെ കരിങ്കൽപ്പാളികൾ ഇങ്ങനെ അടുക്കി വെച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. അതാ ഈ പുറത്ത് ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഭഗവാനെ നമസ്കരിക്കുന്നുണ്ട്, മന്ത്രോച്ചാരണമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത കോട്ടയാടിലെത്തിയിട്ടുണ്ട്, അടുത്ത പ്രകാരത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ഷേത്ര മതിൽക്കെട്ട് വരുന്നത്. ഭഗവാൻ വൈകുണ്ഠനാഥനായിട്ട് വളരെ ബന്ധമുള്ളതാണ് ഗോമാതാവ്. ഈ ഗോമാതാവിന് ഇവിടെ ഭക്ഷണം കൊടുക്കുകയും അവിടെ കാണാൻ പറ്റും നമുക്ക്. അതിൻ്റെ മുതുകിലിങ്ങനെ പണം വെച്ചിട്ട് അവർ തൊട്ട് നമസ്കരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവിധ രാജവംശങ്ങളുടെ 800ഓളം ശിലാലിഖിതങ്ങളിലൂടെ 1000-ലേറെ വർഷത്തെ ചരിത്രവും സംസ്കാരവും സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള
വിലപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഭഗവാനെ ദർശിക്കാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ്. ₹100 ടോക്കൺ എടുത്ത് ദർശനത്തിനുള്ള ക്യൂവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മറുവശത്ത് ഭഗവാനെ ഫ്രീ ആയിട്ട് ദർശിക്കാനുള്ള ക്യൂ ഉണ്ട്. അത് ഒത്തിരി തിരക്കാണ്. അപ്പോൾ ഇതാണ് ഭഗവാനെ രാത്രിയിൽ പാടിയിറക്കുന്ന തൊട്ടിൽ. അതുപോലെ ഇതിൻ്റെ മേൽക്കൂരയാണ്. കരിങ്കൽപ്പാളി കൊണ്ട് തന്നെയാണ് ഈ മേൽക്കൂരയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 7 കോട്ടയാടുകൾ, നടുമുറ്റങ്ങൾ നമ്മൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ഇനി ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ ചിത്രീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദർശനം കഴിഞ്ഞ് പുറത്തു വന്നുള്ള കാഴ്ചയാണ് ഇനി അടുത്തത്. ഇതാണ് ആ സ്വർണ്ണഗോപുരത്തിൻ്റെ മുകളിൽ കാണുന്ന ഭഗവാന്റെ വിഗ്രഹം. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമായ സ്വർണ്ണഗോപുരം നമുക്ക് മുഴുവനായും ഒരു വശത്തു നിന്ന് ദർശിക്കാൻ കഴിയില്ല. അത് പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പം അങ്ങനെ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വഴിയാണ്. ഇതിലെ പുറത്തിറങ്ങി വേണം നമുക്ക് അമ്പലത്തിന് പുറത്തെത്താനായിട്ട്. പുറഞ്ചുറ്റിന് പുറത്താണ് ക്ഷേത്രത്തിലെ പ്രസാദം വിതരണം ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ലഡു പോലുള്ള പ്രസാദങ്ങൾ കിട്ടുക. ഇതാണ് ഇവിടുത്തെ ലഡു. 50 രൂപ വിലയുള്ള 2 പീസ് അടങ്ങിയ ഒരു കവറാണ്. ഞാൻ ലഡു മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ലഡു മാത്രമല്ല, ഒത്തിരി വിഭവങ്ങൾ ഇതുപോലെ പ്രസാദമായിട്ട് ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. നമ്മളെ വീഡിയോയ്ക്ക് പെർമിഷൻ എടുത്താലും ഒത്തിരി പരിമിതികളുണ്ട് ഇവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ തൊഴാനായിട്ട് രാവിലെ വന്ന സമയം നമ്മൾ കണ്ടതാണ് ഈ ബാരിഗേഡിലെ ക്യൂ. ഭഗവാനെ തൊഴാനായിട്ട് അത്രയും ജനത്തിരക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊഴുതിറങ്ങുന്ന സമയത്ത് ഇവിടെ ഫുള്ള് കാലിയായിട്ടുണ്ട്. കാരണം അത്രയും ഭക്തരെ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ശ്രീരംഗനാഥ ക്ഷേത്രം. ഇത് തൊഴുത് ഇറങ്ങിയ ആളുകളുടെ തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കയറിയ പോലെ തന്നെ ഓരോ പ്രകാരങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയായിട്ടാണ് ഭഗവാനെ നേദിച്ച പ്രസാദം വിൽക്കപ്പെടുന്ന സ്ഥലം. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒത്തിരി വിഭവങ്ങൾ ഭഗവാനെ നേദിച്ചതായിട്ടുള്ള പ്രസാദം ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. അതൊന്നും ഷൂട്ട് ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ദർശന സമയമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പം നമ്മളിതാ ഓരോ ഉപദേവന്മാരൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ കേട്ടോ ഇതിൻ്റെ ഈ നിർമ്മിതി മൊത്തം നമ്മളെവിടെ തിരിഞ്ഞു നോക്കിയാലും ദാ ഈ ഇതുപോലുള്ള ഇടതാഴികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതേ രീതിയിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അനന്തശായിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ രൂപമാട്ടോ ഇവിടെ പ്രതിഷ്ഠ. വൈഷ്ണവ ഭക്തരായിട്ടുള്ള ഒത്തിരി പേര് ഭജന പാടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ഭജന പാടിക്കൊണ്ടിരുന്ന ഓരോ ഭക്തരും ഭക്തിയുടെ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടാണ് വരുന്നത്.
നമ്മൾ കിലോമീറ്ററുകൾ നടന്ന് ഇതാ ഈ രാജഗോപുരത്തിൻ്റെ തൊട്ടുള്ളിലെ പ്രകാരത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മുടെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന ആനയൊക്കെ ഇതാ ഇവിടെയാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രിയിൽ നമ്മൾ ഇതുവഴിയൊക്കെ റൂം അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ ഈ അവസാന പ്രകാരത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കച്ചവടക്കാരും മറ്റുള്ളത്. ഇവിടെ നിറയെ കച്ചവട സാധനങ്ങളും ഭഗവാനെ നേദിക്കാനുള്ളതായിട്ടും നമുക്ക് വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അത് തിരിച്ചെടുക്കുകയാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രോത്സവത്തിന് ഉപയോഗിക്കുന്ന രഥം നിർത്തിയിട്ടിട്ടുള്ളത്. അതിങ്ങനെ ഒരു ഗ്ലാസ് കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി നേരെ എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ പോകണം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം നമ്മുടെ ചുറ്റുപാടുള്ള കാഴ്ചകൾ പകർത്താനായിട്ട്. പിന്നെ മാത്രമല്ല വൈകുന്നേരം വീണ്ടും ദർശനത്തിന് വരാനുള്ളതാണ്. കാരണം ഇതിൻ്റെ രാത്രി കാഴ്ചകളും നമുക്ക് പകർത്തേണ്ട അത്യാവശ്യമാണ്. ഇവിടെ ഇങ്ങനെ കാണുന്നത് അതുപോലെ ഭഗവാനെ നേദിക്കാനുള്ള ദ്രവ്യങ്ങളാണ്. അതായത് ഇവിടെ നിറയെ കച്ചവട സാമഗ്രികളാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. കണ്ടോ, ഇതൊരു വിളക്കാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 3500 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വിളക്കാണ്. അങ്ങനെ അവസാനം നമ്മളെ വലിയ ഗോപുരത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ലഘുഭക്ഷണം വല്ലതും കഴിക്കണം. അങ്ങനെ ഇന്നലെ കഴിച്ച അതേ കടയിൽ തന്നെ കയറിയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള കട നമ്മൾ ഇന്നലെ കണ്ടുവെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കഴിക്കുകയാണ്. കഴിച്ച് റൂമിലെത്തി ഷാജേട്ടൻ കിടന്നു. എനിക്ക് ഒത്തിരി വീഡിയോസ് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ മുന്നിൽ നേരെ കാണുന്നത് രാജഗോപുരമാണ്. ഇവിടെ ഒത്തിരി സഞ്ചാരികൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ശ്രീരംഗം പോലീസ് സ്റ്റേഷൻ വരുന്നത്. ഇതാണ് ശ്രീരംഗം പോലീസ് സ്റ്റേഷൻ. പതിമൂന്ന് നിലകളിൽ 72 മീറ്റർ ഉയരമുള്ള ഈ രാജഗോപുരം ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരങ്ങളിലൊന്നായ രാജഗോപുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ പഠിച്ച ചോള, പാണ്ഡ്യ, വിജയനഗര സാമ്രാജ്യങ്ങളുടെ ഭരണത്താൽ സമ്പന്നമായ ഈ ക്ഷേത്രം വൈഷ്ണവ ആരാധനയുടെ പ്രധാന കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ മതിയാക്കി റൂമിലേക്ക് മടങ്ങി നോക്കാം. ഇനി കുറച്ച് നേരം വിശ്രമിക്കണം. എന്നിട്ട് വേണം വൈകുന്നേരത്തെ വീഡിയോ പകർത്താനായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരാനായിട്ട്. ഞാൻ റൂമിലേക്ക് തിരിച്ച് നടക്കുകയാണ്. വിദേശികളായ ഒത്തിരി സന്ദർശകർ ഈ സമയം ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഒരു ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനവരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ തിരുത്തപ്പെട്ട് തന്നെ പോവുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഈ വിദേശികളിൽപ്പെട്ട ഒരു അമ്മ ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ കാണുമ്പോൾ അവരായിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്.
വേർ ആർ യു ഫ്രം? ഫ്രാൻസ്. എന്നെ പോലെ തന്നെ അവരും കാഴ്ചകൾ ആസ്വദിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല. എന്തായാലും അവര് ഫ്രാൻസിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ സമയം 3:50. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും 6:50 തിരിച്ച് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി രാത്രിയിലെ കാഴ്ചകൾ പകർത്താനാണ് ഉദ്ദേശം. ഇതാണ് നമ്മുടെ സ്വർണ്ണഗോപുരത്തിലെ രാത്രി കാഴ്ച. ഇവിടുത്തെ കാഴ്ചകളെല്ലാം പകൽ വീഡിയോയിൽ നമ്മൾ പകർത്തിയതാണ്. അപ്പോൾ ഇനി വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി രാത്രിയിൽ ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാനെ ആട്ടി ഉറക്കുന്നൊരു ചടങ്ങുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുവാണ്. പുറമേ നിന്നുള്ള വീഡിയോയ്ക്ക് ഒത്തിരി പരിമിതികളുള്ളത് കൊണ്ട് നമുക്കങ്ങനെ വൈഡായിട്ട് വീഡിയോ പകർത്താൻ അനുമതിയില്ല. എന്തായാലും തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഇന്നലെ രാത്രി നമ്മളെടുത്തതാണ് റൂം. അപ്പോൾ ആ റൂം വെക്കേറ്റ് ചെയ്ത് നമുക്ക് ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണം. അതായത് ധനുഷ്കോടി പോകാനാണ് പ്ലാൻ. ഇവിടുന്ന് നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെയും നമുക്ക് ക്യാമറയ്ക്ക് പെർമിഷനില്ല. അത്രയും അധികം ആളുകൾക്ക് ഇവിടെ നല്ലൊരു സദ്യ തന്നെ വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇതാ ക്ഷേത്രം അടയ്ക്കാൻ സമയമായി. പാതി അടച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതാ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ നേരെ ഇനി റൂമിൽ പോകണം. റൂം ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് ഇന്ന് രാത്രി തന്നെ ട്രെയിൻ പിടിച്ച് രാമേശ്വരത്തേക്ക് പോകണം. തിരിച്ച് നമ്മളിതാ ഈ രാജഗോപുരത്തിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇതുപോലുള്ള യാത്രാ വിവരങ്ങളും കാഴ്ചകളുമായിട്ടുള്ള വീഡിയോയ്ക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ഇതാ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം 11:30 മണിയായിട്ടുണ്ട്. കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ഈ ശ്രീരംഗനാഥൻ്റെ മണ്ണിൽ നിന്ന്, ഈ ദ്വീപിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം രാമേശ്വരം പോകാനാണ്. അപ്പോൾ നമുക്കിതാ ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. സമയം ഒത്തിരി വൈകിട്ടുണ്ട്. പെരിയോറെ പേരെന്നാ? ആ, ഗണേശൻ. എത്ര നാളാച്ചിങ്ക ഓട്ടോ ഓടിക്കതേ? ആ, 25 വർഷമാ. 25 വർഷമായിട്ട് ശ്രീരംഗനാഥൻ്റെ മണ്ണിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ഗണേശൻ എന്നൊരു ഏട്ടൻ്റെ ഓട്ടോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ 72 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ പകുതി അദ്ദേഹം ഈ ശ്രീരംഗനാഥൻ്റെ മുന്നിൽ ഓട്ടോ ഓടിച്ച് ആണ് ജീവിതമാർഗം നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദാ നമ്മൾ ശ്രീരംഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നിജமான റേറ്റ് 70 தான். 70 രൂപയാണ് ഇവിടത്തേക്ക് ഓട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ ഈ രാത്രി കാലങ്ങളായതുകൊണ്ട് തന്നെ ഒത്തിരി പൈസ വാങ്ങുന്നവരുണ്ട്. ഇദ്ദേഹം നമ്മളെ കയ്യിൽ നിന്ന് ആകെ 100 രൂപ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതുതന്നെ ഞങ്ങൾ ബാക്കി വാങ്ങാതെ അദ്ദേഹത്തിന് കൊടുത്തതാണ്. കാരണം അദ്ദേഹം വളരെ സത്യസന്ധമായിട്ടാണ് നമ്മളോട് സംസാരിച്ചതും പെരുമാറിയതും. നമുക്ക് പോകാനുള്ള അടുത്ത ട്രെയിന് വരുന്നുണ്ട്. ശ്രീരംഗനാഥൻ്റെ മണ്ണിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ രാമേശ്വരത്തെ കാഴ്ചകളായിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ യാത്ര തുടരുകയാണ്.